ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാൻ പോവുകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല. നാടിനെ നടുക്കി കൂട്ടക്കൊല നടന്നിട്ട് ഇന്ന് 1 കൊല്ലം തികയുന്നു. സ്വന്തം സഹോദരനെയും പെൺസുഹൃത്തിനെയും ഉൾപ്പെടെ 5 പേരെ അഫാൻ എന്ന ചെറുപ്പക്കാരൻ ക്രൂരമായി കൊലപ്പെടുത്തിയ ഈ ദിവസമാണ്. കൊലപാതക ശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അഫാന്റെ മാതാവ് ഷെമി ഇപ്പോഴും ഈ നടുക്കത്തിൽ നിന്ന് മുക്തിയായിട്ടില്ല. ഒരു ദിവസം 6 പേരെ ദാരുണമായി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. 5 പേരും കൊല്ലപ്പെട്ടു. കുഞ്ഞനുജൻ അഹ്സാൻ, പെൺസുഹൃത്ത് ഫർസാന, പിതൃമാതാവ് സൽമ ബീവി, പിതൃസഹോദരൻ ലത്തീഫ, ഭാര്യ ഷാഹിദ എന്നിവരായിരുന്നു അവർ. തലക്കടിയേറ്റ് മരണത്തെ മുഖാമുഖം കണ്ട അഫാന്റെ ഉമ്മ ഷെമി മാത്രം രക്ഷപ്പെട്ടു. ഫെബ്രുവരി 24 വെഞ്ഞാറമൂടുകാർക്ക് അത്ര പെട്ടെന്ന് മറക്കാനാകില്ല. എന്നും ചിരിച്ചു മാത്രം കണ്ടിരുന്ന അഫാൻ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും നാട്ടുകാർക്ക് ഇഷ്ടമില്ല. ആഡംബര ജീവിതമുണ്ടാക്കിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു ചെറുപ്പക്കാരന്റെ മനോനില മാറ്റിമറിച്ചത് പെട്ടെന്നായിരുന്നു. രാവിലെ മുതൽ ആരംഭിച്ച കൊലപാതകം വൈകുന്നേരം അവസാനിപ്പിച്ച വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുമ്പോൾ പോലീസുകാരും ആദ്യം അഫാനെ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് സ്ഥലപരിശോധനയിലാണ് ഞെട്ടിക്കുന്ന ഓരോ കൊലപാതകവും പുറത്തറിയുന്നത്. പണത്തിനു വേണ്ടി ആദ്യം പിതൃമാതാവിനെ, തുടർന്ന് തന്നെ അപമാനിച്ച പിതൃ സഹോദരനെയും ഭാര്യയെയും, അതിനുശേഷം കാമുകിയെ, ഏറ്റവും ഒടുവിൽ സ്വന്തം ചോരയായ കുഞ്ഞനുജനെ. അഫാൻ ഇപ്പോഴും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ്. 3 സ്റ്റേഷൻ പരിധികളിലായി നടന്ന കൊലപാതകത്തിന്റെ വിചാരണ ഉടൻ ആരംഭിക്കും. ഇടയ്ക്ക് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മാസങ്ങളോളം ആശുപത്രിവാസം. ആത്മഹത്യാ ശ്രമത്തിന്റെ ഫലമായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട്. കൂട്ടക്കൊലപാതക കേസിന്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങാൻ തയ്യാറെടുക്കുന്ന സിനിമ മറ്റൊരു വിവാദമായി ചൂടുപിടിക്കുകയാണ്. അനുജനെയും കാമുകിയെയും കൊലപ്പെടുത്തിയ അഫാന്റെ പേരുമലയിലെ വീട് ഇപ്പോഴും ഉപേക്ഷിച്ച നിലയിലാണ്. മാതാപിതാക്കൾ മറ്റൊരിടത്താണ് താമസം. മകന്റെ ആക്രമണത്തിനിരയായ മാതാവ് ഷെമി ഇപ്പോഴും ആ സംഭവത്തിൽ നിന്ന് മുക്തയായിട്ടില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.